ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ ഇന്ന് ബെറ്ററാണ്. ജപ്പാനും കൊറിയയും ഇന്ന് ഹോളിഡേ പ്രമാണിച്ച് അവധിയാണ്. അതേസമയം ചൈനീസ് മാർക്കറ്റുകൾ അതുപോലെ തന്നെ ഹോങ്കോങ് മാർക്കറ്റൊക്കെ ഇന്ന് അവധിക്ക് ശേഷം ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റിൽ 2 ആഴ്ചയിലത്തെ റാലിക്ക് ശേഷം ഇന്നലെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിരുന്നു. ടെക്നോളജി സ്റ്റോക്കുകളിലാണ് വലിയ രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിട്ടത്. ആപ്പിളിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വീണ്ടും $3 ട്രില്യൺ താഴെ പോയിരിക്കുകയാണ്. അതേസമയം മൈക്രോസോഫ്റ്റ് അതേ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. $3.24 ട്രില്യൺ ആണ് മൈക്രോസോഫ്റ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ലോകത്തിലെ മോസ്റ്റ് വാല്യുബിൾ കമ്പനി ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ US ഫെഡിൻ്റെ 2 ദിവസത്തെ മീറ്റിംഗ് ഇന്ന് ആരംഭിക്കുകയാണ്. നാളെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ളൊരു തീരുമാനമാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കൻ മാർക്കറ്റിൽ അതൊരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണ് നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ ഇപ്പോഴും ഒരു ഭയമുണ്ട്. ട്രംപിൻ്റെ താരിഫ് അമേരിക്കൻ എക്കണോമിയിൽ റിസഷൻ വരുത്തി വയ്ക്കുമോ എന്നുള്ളൊരു ഭയമുണ്ട്. അതിൻ്റെ ഒരു കോഷൻ അമേരിക്കൻ മാർക്കറ്റിലുണ്ട്. ഒപ്പം നമ്മൾ യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ മിക്സഡ് ട്രെൻഡ് ആയിരുന്നു. ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ പോസിറ്റീവ് ടെറിട്ടറിയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ബോർഡർ ഇഷ്യൂസ് തന്നെയാണ് ഒരു കോഷനായിട്ട് മാർക്കറ്റിൽ നിൽക്കുന്നത്. അല്ലാത്ത പക്ഷം മാർക്കറ്റ് വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ്. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ എല്ലാ കമോഡിറ്റികളും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഗോൾഡാണ് ഇന്നലെയും ഇന്നും താരം. ഇന്നലെ ഇന്നും ആയിട്ട് ഗോൾഡ് അറൗണ്ട് $140 ആണ് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളത്. വീണ്ടും വലിയ രീതിയിലുള്ള ബൈയിങ് ആണ് ഗോൾഡിൽ കാണുന്നത്. അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ വീണ്ടും അത് ഗോൾഡിന് പോസിറ്റീവാണ്. ഒപ്പം ഗോൾഡ്മാൻ സാക്സ് ഒക്കെ അവരുടെ ഹയർ ടാർഗറ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. $3,880 പെർ ഔൺസ് വരെ ഈ വർഷാവസാനം 2025 ഡിസംബർ എൻഡോടുകൂടി ഗോൾഡ് ടച്ച് ചെയ്യുന്നതാണ് ഗോൾഡ്മാൻ സാക്സ് പറയുന്നത്. 2026 $4,500 പെർ ഔൺസ് വരെ ഉയർന്നേക്കാന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഗോൾഡ് അറ്റ് എവരി ഡിപ്പിൽ ബൈയിങ് ആണ് കാണുന്നത്. പക്ഷേ ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പേസ് കുറവായിരിക്കും. കാരണം നമ്മുടെ റുപ്പി US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ മുമ്പ് ലഭിച്ച പോലുള്ള റുപ്പി ഫാൾ ചെയ്യുന്നു, അതുപോലെ തന്നെ ഗോൾഡ് റൈസ് ചെയ്യുന്നു. ഈ അവസരങ്ങളിലൊക്കെ ഗോൾഡിൽ ഡബിൾ ഇമ്പാക്റ്റ് കാണാറുണ്ട്. പക്ഷേ ഇപ്പോൾ റുപ്പി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള ഒരു പ്രയാണത്തിൽ ചെറിയ ഒരു സ്ലോ പേസ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും ഓവറോൾ ഗോൾഡിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഫ്ലോസ് പോസിറ്റീവാണ്. നമ്മുടെ RBI ഹോൾഡ് ചെയ്യുന്ന 879.59 ടൺ ആണ്. മാർച്ച് 31, 2025 കണക്ക് പ്രകാരം ഇതിൽ 511.99 ടൺ കീപ്പ് ചെയ്യുന്ന ഇന്ത്യയിലാണ്. 348.62 ടൺ കീപ്പ് ചെയ്തിട്ടുള്ളത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ വാൾട്ടിലും അതുപോലെ തന്നെ ബാങ്ക് ഫോർ ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റിൻ്റെ വാൾട്ടിലൊക്കെയാണ്. അടുത്ത മാസങ്ങളിലൊക്കെ ഈ സ്റ്റോറേജും ഇന്ത്യയിലേക്ക് മാറ്റാനുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഇന്ത്യ ഗവൺമെൻറ് വിദേശത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള ഗോൾഡൊക്കെ ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഒരു സേഫ്റ്റി മെക്കാനിസം ആയിട്ടാണ് എല്ലാവരും കരുതുന്നത്. ഇനി മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ സ്വാൻ ഡിഫൻസ് ആൻഡ് ഹെവി എഞ്ചിനീയറിംഗ് ഇന്നലെയും അപ്പർ സീലിംഗ് തന്നെയാണ്. തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്ക് വാങ്ങാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ലോങ് റണ്ണിൽ നല്ല രീതിയിലുള്ള ക്യാപിറ്റൽ അപ്രിസിയേഷൻ കിട്ടിയേക്കാം. അപ്പോളോ മൈക്രോ സിസ്റ്റത്തിൻ്റെ സബ്സിഡറി ഐഡിയൽ എക്സ്പ്ലോസീവ്സ് എന്ന് പറയുന്ന ഒരു കമ്പനീനെ അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോളോ മൈക്രോ സിസ്റ്റത്തിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഡിഫൻസ് റിലേറ്റഡ് ഒരു കമ്പനിയാണ്. അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികൾ ഇന്നലെ നല്ല രീതിയിൽ മുന്നേറി. ട്രംപിന്റെ ടീമായിട്ട് അഡാനി മാനേജ്മെന്റ് ഡിസ്കഷൻ നടത്തുന്നു. അഡാനിക്കെതിരായിട്ടുള്ള എല്ലാ കേസുകളും ഈ മന്തിൻ്റോടുകൂടി വിഡ്രോ ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അഡാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ അഡാനി സിമെൻസിൻ്റെ അണ്ടറിലുള്ള ACC, ഗുജറാത്ത് അംബുജ, മറ്റ് സിമെൻറ്റ് കമ്പനികളൊക്കെ കൂടി അവരുടെ ടോട്ടൽ പ്രൊഡക്ഷൻ 100 മില്യൺ ടൺ പെർ ആനം കടന്നിരിക്കുകയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ഈ ഗ്രൂപ്പിനെ സംബന്ധിച്ച്, ഈ സിമെൻറ്റ് കമ്പനികളെ സംബന്ധിച്ചൊക്കെ നോക്കുമ്പോൾ. ഏപ്രിൽ മാസത്തെ AC, ഫ്രിഡ്ജ് സെയിൽസ് ഒക്കെ ബിലോ എക്സ്പെക്റ്റേഷൻസ് എന്നാണ് പറയുന്നത്. കാരണം എക്സസ് സമ്മർ റെയിൻ കിട്ടിയ കാരണം ഇത്തരത്തിലുള്ള കൺസ്യൂമർ ഡ്യൂറബിൾസിൻ്റെ ഒക്കെ സെയിൽസ് കുറഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഓൾറെഡി ഈ റിപ്പോർട്ടിൻ്റെ ഡിസ്കൗണ്ടിങ് ഒക്കെ മാർക്കറ്റിൽ സ്റ്റോക്ക് പ്രൈസിൽ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു കോഷൻ അപ്ലൈ ചെയ്യുന്നതായിരിക്കും. സിഗ്നിറ്റി ടെക്നോളജീസ് എക്സലന്റ് റിസൾട്ടാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കൊഫോർച്ച് ഓർഡർ ബാഗിങ് ബെറ്റർ ആണ്. പക്ഷേ റിസൾട്ട് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻ ആണ്. സിഗ്നിറ്റിയും കൊഫോർ
കോഫോർജും കൂടി മെർജ് ചെയ്യാണ്. മെർജർ റേഷ്യോ വരുന്നത് 1:5 ആണ്. 5 സിഗ്നിറ്റി ഷെയറിന് ഒരു കോഫോർജ് ആണ് ലഭിക്കാൻ പോകുന്നത്. അപ്പം കോഫോർജിൻ്റെ സ്റ്റോക്ക് സ്പ്ലിറ്റും അനൗൺസ് ചെയ്തിട്ടുണ്ട്. ജൂൺ 4 റെക്കോർഡ് ഡേറ്റ്. ഈ സ്റ്റോക്കുകൾ ഭാവിയിൽ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. ഇക്വിറ്റി ക്യാപിറ്റലൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറവാണ് ഈ കമ്പനികളുടെ ഇക്വിറ്റി ക്യാപിറ്റൽ. തീർച്ചയായിട്ടും മെർജറിന് ശേഷം നല്ലൊരു സിനർജിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ കോഫോർജ് വാങ്ങുന്നതിന് പകരം സിഗ്നിറ്റി ടെക്നോളജിന്ന് വാങ്ങുന്നതായിരിക്കും ഇൻവെസ്റ്റേഴ്സിന് നല്ലത്. കാരണം മെർജർ റേഷ്യോ ഫേവറബിൾ ടു സിഗ്നിറ്റി ആണ് ഇപ്പോഴത്തെ സ്റ്റോക്ക് മാർക്കറ്റ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ലോങ് റണ്ണിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് സിഗ്നിറ്റി ടെക്നോളജി വാങ്ങാവുന്നതാണ്. ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റംസ് ഷിപ്പ് ബിൽഡിംഗ് രംഗത്തേക്ക് വലിയ രീതിയിൽ കടക്കുകയാണ്. ഓൾറെഡി അവർക്കൊരു ചെറിയൊരു ഷിപ്പ് ബിൽഡിംഗ് പ്ലാന്റ് ഉണ്ട് ബംഗാളിൽ. പക്ഷേ മറ്റ് സ്റ്റേറ്റുകളിൽ ഫെസിലിറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോങ് റണ്ണിൽ ഈ കമ്പനീനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കമേഴ്ഷ്യൽ ഷിപ്പ് ബിൽഡിംഗ് അതുപോലെ തന്നെ ഡിഫൻസ് ഷിപ്പ് ബിൽഡിംഗ് ഒക്കെയാണ് പ്ലാനിലുള്ളത്. തീർച്ചയായിട്ടും ഈ ന്യൂസും അതോടൊപ്പം തന്നെ ട്രെയിൻ സിഗ്നലിംഗ് രംഗത്തേക്കും ഈ കമ്പനി കടക്കുമെന്ന് പറയുന്നു. ഈ ന്യൂസുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സാറ്റലൈറ്റ് റിലേറ്റഡ് ബ്രോഡ്ബാൻഡ് സർവീസസ് നോംസ് ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. വളരെ ടഫ് നോംസ് ആണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ലോക്കൽ ഡാറ്റാ സെൻറ്റർ വേണമെന്നുള്ളൊരു കാര്യം വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഈ 2E നെറ്റ്വർക്ക്, ബ്ലാക്ക് ബോക്സ് ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇന്നത്തെ താരം മിക്കവാറും യെസ് ബാങ്ക് ആയിരിക്കും. സുമിതാമോ മിസുയി ബാങ്കിങ് കോർപ്പറേഷൻ യെസ് ബാങ്കിൽ മെജോറിറ്റി സ്റ്റേക്ക് എടുക്കാനായി മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ ഇപ്പോൾ യെസ് ബാങ്കിൽ 24% ഹോൾഡ് ചെയ്യുന്ന SBI ആണ്. HDFC ബാങ്ക്, ICICI ബാങ്ക്, കോട്ടക് ബാങ്ക്, ആക്സിസ് ബാങ്ക്, LIC ഇവരെല്ലാവരും കൂടിയിട്ട് 11.34% ഉണ്ട്. പ്രൈവറ്റ് ഇക്വിറ്റി അഡ്വന്റ് 9.2% ഹോൾഡ് ചെയ്യുന്നു. കാർലയിൽ 6.84% ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ജാപ്പനീസ് ബാങ്ക് യെസ് ബാങ്കിനെ ടേക്ക് ഓവർ ചെയ്യുന്നു. വളരെ പോസിറ്റീവ് ന്യൂസാണ്. യെസ് ബാങ്ക് എന്ന് നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. അതോടൊപ്പം തന്നെ IDBI ബാങ്ക് ഈ വർഷം അവസാനത്തോടു കൂടിയാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ പോകുന്നത്. LICയും ഗവൺമെൻറ്റും സ്റ്റേക്ക് വിറ്റേക്കാം. ഇതിന് പിന്നിലും ഒരു ജാപ്പനീസ് ബാങ്ക് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് ഈ അക്വിസിഷന് വേണ്ടി എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ജപ്പാൻ്റെ ഒരു അക്വിസിഷൻസ് ഇന്ത്യയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവ് ന്യൂസാണ്. സുമിതാമയിലൊക്കെ വാറൻ ബഫറ്റിനും വലിയ രീതിയിലുള്ള സ്റ്റേക്കുള്ള ഒരു കമ്പനിയാണ് ജപ്പാനിൽ. അടുത്ത 50 വർഷത്തേക്ക് അദ്ദേഹം ഈ കമ്പനികളിലൊന്നും സ്റ്റേക്ക് വിൽക്കാൻ പോകുന്നുള്ള റിപ്പോർട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് യെസ് ബാങ്കിൻ്റെ ദിവസമാണ്. യെസ് ബാങ്ക് നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ഇർക്കോൺ 187 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നിന്നാണ്. പാരാസ് ഡിഫൻസ് ഇസ്രായേൽ ഡ്രോൺ റിലേറ്റഡ് കമ്പനി ആയിട്ടൊരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. അതോടൊപ്പം തന്നെ AI അഡോപ്ഷൻ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ വളരെ സ്ലോ പേസ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഏജൻറ്റിക് AI ടൂളുകൾ വരുന്നതോടുകൂടിയിട്ട് പേസ് കൂടുന്നു പറയുന്നു. അക്സെഞ്ചറിൻ്റെ ഒരു ഒപ്പീനിയൻ പോളാണ്. ഈ 2000 ചീഫ് എക്സിക്യൂട്ടീവുകളെ വെച്ചിട്ടുള്ളൊരു പോളായിരുന്നു. തീർച്ചയായിട്ടും അടുത്ത മാസങ്ങളിലൊക്കെ ഏജൻറ്റിക് AI ടൂളുകൾ വരുമ്പോൾ ഇതിന് മാറ്റം വരുന്നതാണ് പറയുന്നത്. 86% കമ്പനികളും ഇത് വളരെ പ്രിലിമിനറി സ്റ്റേജിലാണ് AI അഡോപ്ഷൻ സംബന്ധിച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 7% കമ്പനികൾ വളരെ അഗ്രസീവായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. മറ്റ് 8% കമ്പനികൾ അതിന് വീണ്ടും വലിയ രീതിയിലുള്ള ആക്ഷൻസ് ആയിട്ട് മുന്നിലുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെയാണ് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ്. നമ്മളെ സംബന്ധിച്ച് മുന്നിലുള്ളത് നമ്മുടെ അതായത് കാശ്മീരിലത്തെ ടെററിസ്റ്റ് അറ്റാക്കിന് ശേഷമുള്ള സ്ഥിതിവിശേഷമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിനും പാകിസ്ഥാൻ മാർക്കറ്റിനൊക്കെ വളരെ നെഗറ്റീവാണ്. പാകിസ്ഥാൻ ഓൾറെഡി ക്രാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പക്ഷേ മുന്നേറുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. പക്ഷേ അതിനൊരു കോഷൻ വീണ്ടും അപ്ലൈ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഈ സംഘർഷം മാറുന്നത് വരെ ഉണ്ടാവില്ല എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. Q4 റിസൾട്ടുകളാണ് മറ്റൊരു ഫാക്ടർ. വന്നുകൊണ്ടിരിക്കുന്ന Q4 റിസൾട്ടുകൾ സ്ലൈറ്റ്ലി എബവ് എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ ആ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവ്. അതോടൊപ്പം തന്നെ കമോഡിറ്റി പ്രൈസസ് പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ പ്രൈസ് താഴെ വന്നിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. റുപ്പി അപ്രീസിയേഷനും നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കാരണം നമ്മുടെ കമോഡിറ്റികൾ ഗോൾഡും ക്രൂഡൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വക ഫാക്ടേഴ്സ്
കാര്യങ്ങളെല്ലാം തന്നെ വളരെ പോസിറ്റീവാണ്. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷ സാധ്യതകൾ തന്നെയാണ് മാർക്കറ്റിലൊരു കോഷൻ അപ്ലൈ ചെയ്യാനുള്ളൊരു ഫാക്ടറായിട്ട് നിൽക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ ഇൻവെസ്റ്റേഴ്സും കോഷൻ അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ വലിയ പോർട്ട്ഫോളിയോസ് ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് നിഫ്റ്റിയുടെ അറ്റ് ദ മണി മെയ് എൻഡിലത്തെ അറ്റ് ദ മണി പുട്ട് ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ പോർട്ട്ഫോളിയോ ഹെഡ്ജ് ചെയ്യാവുന്നതാണ്. മാർക്കറ്റിൽ വലിയ രീതിയിലുള്ളൊരു റിയാക്ഷൻ വന്ന് മാർക്കറ്റ് താഴെ പോവുകയാണെങ്കിൽ തങ്ങളുടെ പോർട്ട്ഫോളിയോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് സഹായിക്കും. ഒരു കാര്യം മനസ്സിൽ വെക്കുക, ഈ പുട്ട് ഓപ്ഷൻ പ്രീമിയം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു എമൗണ്ടാണ്. മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള മാറ്റം വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ എൻ്റെയർ എമൗണ്ട് ഒരു പക്ഷേ നഷ്ടമായേക്കാം. പക്ഷേ ഒരു റിസ്കി സിറ്റുവേഷനിൽ ഇത്തരത്തിലുള്ള ഹെഡ്ജിങ് ആവശ്യമാണെന്നാണ് എൻ്റെ ഒരു സജഷൻ. അതോടൊപ്പം തന്നെ നല്ല പ്രോഫിറ്റിലിരിക്കുന്ന പൊസിഷൻസൊക്കെ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു കാര്യം നല്ലതാണ്. ക്യാഷ് ഹോൾഡിംഗ് കൂട്ടുന്നതും നല്ലതാണ്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. അപ്പോൾ ഇന്നത്തെ താരം യെസ് ബാങ്ക് ആണ്. ആ യെസ് ബാങ്കിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് അതുപോലെ തന്നെ ക്വാർട്ടർ 4 റിസൾട്ടുകളുണ്ട്. ക്വാർട്ടർ 4 റിസൾട്ടുകൾക്ക് അനുസരിച്ചുള്ളൊരു മൂവ്മെൻറ്റാണ് നമ്മളിന്ന് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. BSE, PTM, ബാങ്ക് ഓഫ് ബറോഡയൊക്കെ ഇന്ന് ക്വാർട്ടർ 4 റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. PTMനെ സംബന്ധിച്ച് ന്യൂസ്, PTM വലിയ രീതിയിൽ UAEയിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. UAEയിൽ പേയ്മെൻറ്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടാൻ പോവുകയാണ് PTM. ഇത് PTMനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. റിസൾട്ട് ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ളൊരു ബെറ്റർ റിസൾട്ട് ആയിരിക്കണമെന്നില്ല. എന്നിരുന്നാലും ലോങ് റണ്ണിൽ PTMൻ്റെ UAE എൻട്രി വളരെ പോസിറ്റീവാണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവരും ഇന്ത്യ പാക് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് വാച്ച് ചെയ്യുക. വലിയ രീതിയിലുള്ള സംഘർഷം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് തങ്ങളുടെ പൊസിഷൻസൊക്കെ ഒന്ന് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.